മിഡാസ് രാജാവിനെ കുറിച്ച് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ രാജാവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം സ്വർണത്തെ അത്രമേൽ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ദേവതയോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയാണ്, ഞാൻ തൊടുന്നതെല്ലാം എനിക്ക് പൊന്നാക്കി തരയണമേ എന്ന്. ദേവത അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് ഉത്തരമരുളുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. തൊടുന്നതെല്ലാം പൊന്നായി മാറിയപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകളെ വാത്സല്യപൂർവ്വം ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ സ്വർണ്ണക്കട്ടിയായി മാറുന്നു ആ മകൾ. എന്തിനാണ് ഞാൻ ഈ കഥ പറഞ്ഞു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഇന്നത്തെ വാർത്തകളും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ക്ഷേത്രങ്ങളിലേക്ക് ലഭിക്കുന്ന സ്വർണത്തെ അത്രമേൽ കൊതിക്കുന്ന മനുഷ്യർ അതെങ്ങനെ എടുത്തുകൊണ്ട് പോകാം, എന്തിനൊക്കെ ഉപയോഗിക്കാം എന്ന് വളരെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്യുന്ന മനുഷ്യരുടെ കാലഘട്ടത്താണ് നാം ജീവിക്കുന്നത്. ഇത്ര മാത്രമാണ് ഞാനും ചിന്തിക്കുന്നത്. ഇങ്ങനെ ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന നിവേദ്യങ്ങൾ പോലും കട്ടെടുക്കുന്ന മനുഷ്യർക്ക് സ്വർണത്തോട് ഇത്രമേൽ സ്വാതന്ത്ര്യവും സ്നേഹവും തോന്നുമ്പോൾ ആ ദൈവങ്ങൾ ഇവർക്കൊരു അനുഗ്രഹം ഈ ദേവതയെ പോലെ നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായേനെ അല്ലേ? ഇവർ തൊടുന്നതെല്ലാം പൊന്നായി മാറിയാൽ ഇവർ എന്തായിരിക്കും ചെയ്യുക?